ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഒലീവിയാസ് വേൾഡ്. അപ്പം നമ്മളിന്നൊരു യാത്ര പോവാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്കാണ് യാത്ര. അപ്പം നമ്മുടെ തിരുവനന്തപുരത്തിന് തിരുവനന്തപുരം എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. നഗരത്തിൻ്റെ മുഖമുദ്രയായ അനന്തശായിയായ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരത്തിന് തിരുവനന്തപുരം എന്ന് പേര് വരാൻ കാരണം. 1000 തലയുള്ള അനന്തൻ എന്ന സർപ്പത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. അനന്തൻ്റെ പുരം എന്ന അനന്തപുരം എന്നത് ബഹുമാന സൂചകമായി തിരു എന്നതുകൂടി ചേർത്തതോടുകൂടിയാണ് തിരുവനന്തപുരം എന്ന് പേര് വന്നത്. എപ്പോഴും കാറിലാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം ഒരു ചേഞ്ചിനായിട്ട് ട്രെയിനിലാണ് പോകാൻ പോകുന്നത്. അപ്പം 3 മണിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുണ്ട്. അപ്പോൾ കം ഓൺ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ ഇവിടെ കറക്റ്റ് സമയത്താണ് എത്തിയിരിക്കുന്നത്. ട്രെയിൻ വരുന്നുണ്ട്. ഇനി നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കണം. ഇപ്പം സമയം 9 മണിയായി. നമ്മൾ തിരുവനന്തപുരത്ത് എത്തി. ഇപ്പം രാത്രി 9 മണിയാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനിയൊരു ഹോട്ടൽ നോക്കട്ടെ. അധികം ഹോട്ടൽ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഇനി അവിടെ എന്താണുള്ളതെന്ന് നോക്കാം. ഒന്നും പറയാനില്ല. ഇവിടുത്തെ പൊറോട്ട, ചിക്കൻ കറി, ബീഫ് കറി എന്നുള്ളതൊക്കെ നല്ല ടേസ്റ്റിയാണ്, നല്ല സൂപ്പറാണ്. ഞങ്ങളുടെ രാത്രിയത്തെ ഭക്ഷണം അടിപൊളിയായി. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് റൂമിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പോയ റൂം ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത് JP അങ്കിളാണ്. അപ്പോൾ താങ്ക് യു JP അങ്കിൾ. അപ്പോൾ ഇനി നമ്മൾ പോവണത് ഭീമാപള്ളിയിലേക്കാണ്. അപ്പോൾ രാവിലെ ഒരു 10 മണിയായി. അപ്പോൾ ഭീമാപള്ളിയിൽ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മളിതിൻ്റെ മുൻപൊക്കെ വരുമ്പോഴൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പോൾ കൊറോണയും പിന്നെ അതേപോലെ ബുറേവി കാറ്റ്, മഴ അങ്ങനെയൊക്കെ കേട്ടത് കാരണമായിരിക്കും തോന്നുന്നു അധികം ആൾക്കാരൊന്നുമില്ല.
പിന്നെ ഞങ്ങൾ പോയത് മൃഗശാലയിലേക്കാണ്. മക്കൾക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അവിടെ പോയത്. പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ആയ കാരണം തോന്നുന്നു നല്ല ചെറിയ മക്കളെ കൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടി, കാരണം അവിടെ ക്യൂ ആയിരുന്നു. അപ്പോൾ മൃഗങ്ങളൊക്കെ കുറവാണ്. ഇതിന് മുന്നേയൊക്കെ പോയപ്പോൾ ഇതിനും കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ് എന്തായാലും. പക്ഷേ ഈ ബുറേവി എന്തോ ഭാഗ്യത്തിന് കാറ്റും മഴയൊന്നും ഉണ്ടായില്ല. അത് കാരണം നമുക്ക് കറക്റ്റ് നടന്ന് കാണാൻ പറ്റി. ഒരു 2-2.5 കിലോമീറ്ററോളം മൃഗശാലയുടെ ഉള്ളിൽ കൂടെ നടന്നിട്ട് എല്ലാവരും ക്ഷീണിച്ചു. ഇനി ഞങ്ങൾ പുറത്ത് കിടന്നു. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ശംഖുമുഖം ബീച്ചിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഓട്ടോയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട്. കാണുന്നതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയാണ് ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നത്. അവിടെയൊക്കെ നല്ല പോലീസ് ചെക്കിങ്ങൊക്കെ ഉണ്ട്. ഇലക്ഷൻ്റെ പ്രചാരണം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചൂട് പിടിച്ച് ഇലക്ഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റാണ്. ഞങ്ങൾ കയറിയ ഓട്ടോറിക്ഷ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് പരിചയപ്പെട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ പാലക്കാട്ടുകാരൻ, നമ്മുടെ സ്വന്തം പാലക്കാട്ടുകാരനായിരുന്നു. ചേട്ടൻ ഇവിടെ വന്നിട്ട് 20 വർഷമായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കാം. നമസ്കാരം ചേട്ടാ. ഹായ്, എന്താ പേര്? പ്രസാദ്. എന്താ ചെയ്യണേ? ഞാനിവിടെ നേമം നിയോജക മണ്ഡലത്തിൽ BJPയുടെ ഒരു സെക്രട്ടറിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ RCC ക്യാൻസർ രോഗികളുടെ ബ്ലഡ് ഡൊണേറ്റാണ് സേവാഭാരതിയുടെ. ശാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. നാട് പാലക്കാടാണ്. ഇവിടെ വന്നൊരു 10-20 വർഷമായി. ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയിലായിരിക്കും? ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ് ഇപ്പോൾ. എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷനൊക്കെ? എന്തായാലും ജില്ലാ പ്രസിഡന്റായ VV രാജേഷിനെ ജയിപ്പിക്കണം എന്നുള്ളൊരു ഇതിലാണ്. തിരുവനന്തപുരം എന്തായാലും ഒരു 50 സീറ്റ് പിടിക്കണം എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. ആൾ ദി ബെസ്റ്റ്. എന്തായാലും ചേട്ടൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ശരി, ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ ഞങ്ങളെ ഈ ശംഖുമുഖം ബീച്ചിലിറക്കി പോയി. പക്ഷേ ഇവിടെ ഒരാളും ഇല്ല. വിജനമായ കളിത്തിരുന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒറ്റ മനുഷ്യന്മാരും ഇല്ല. കാരണം ഇവിടെ ഈ ബുറേവി കാറ്റ് കാരണമാണോ കൊറോണ കാരണമാണോ എന്താണെന്ന് അറിയില്ല, ആൾക്കാരൊക്കെ കുറവാണ് ബീച്ചിൽ. പിന്നെ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ നിറയെ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നേ വന്ന സമയത്തൊക്കെ കുറച്ച്
മീൻപിടുത്തക്കാർ ബോട്ട് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഈ കാണുന്നതൊക്കെ റോഡ് തകർന്ന റോഡുകളാണ്. ഇതിൻ്റെ മുന്നേ ഉള്ള റോഡ് ആണിത്. ഇതിൻ്റെ ഇപ്പോൾ ഉള്ള റോഡ് കുറച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞ മഴയിൽ തകർന്നു എന്നാണ് പറയുന്നത്. പകുതി മുക്കാൽ റോഡ് വെള്ളത്തിൽ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ശംഖുമുഖം ബീച്ച് പ്രതീക്ഷിച്ച പോലെ ആളുകളൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഒരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. മഴക്കാർ ഇങ്ങനെ മൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ചിലപ്പോൾ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. ആൾക്കാരൊക്കെ തൊഴാനൊക്കെ ആൾക്കാർ നിറയെ വരുന്നുണ്ട്. വൈകുന്നേരം സമയമാകുമ്പോൾ നല്ല തിരക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അവർ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വെറുതെ സ്റ്റെപ്പ് വരെയൊക്കെ ഞങ്ങളിങ്ങനെ നടന്നു പോയി. അവിടെ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതുവരെ വന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. പോലീസൊക്കെ ഉണ്ട് ഇവിടെയും, ചെക്കിങ്ങും ഇലക്ഷനും ഒക്കെ ആയിട്ട്. നല്ല ഒരു തിരക്ക് പിടിച്ചൊരു വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങൾ ഇന്നും കൂടി ഇവിടെ തങ്ങേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ 11 മണിക്കാണ് ഞങ്ങൾക്ക് തിരിച്ച് ട്രെയിനുള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഈ ചെറിയ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.